മലയാളിക്ക് പ്രിയപ്പെട്ട അർജുനെക്കുറിച്ച് അമ്മ ഷീല കുറുവച്ചാൽ രചിച്ച് കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന അർജുൻ എൻ്റെ മകൻ എന്ന പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം കോഴിക്കോട്ട് നടന്നു. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ ജീവൻ പൊലിഞ്ഞ അർജുൻ്റെ അമ്മ മകനെക്കുറിച്ച് എഴുതിയ ഓർമ്മകളുടെ സമാഹാരമാണ് പുതിയ പുസ്തകം. പുസ്തകത്തിൻ്റെ കവർ കോഴിക്കോട് മേയർ ഒ സദാശിവന് നൽകി എം കെ രാഘവൻ MP പ്രകാശനം ചെയ്തു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി ഓരോ മലയാളിയും പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോൾ മകനെ വീണ്ടും കാണാൻ കണ്ണീരോടെ കാത്തിരുന്ന 72 ദിനങ്ങളിൽ താൻ അനുഭവിച്ച വേദനകളും ഓർമ്മകളുമാണ് അമ്മ ഷീല കുറുവച്ചാൽ കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്. മകനെക്കുറിച്ചുള്ള ഓർമ്മകളാൽ വേദന നിറഞ്ഞ തൻ്റെ മനസ്സിനോട് നീതി പുലർത്താനാണ് അർജുൻ എൻ്റെ മകൻ എന്ന പുസ്തകം എഴുതി തുടങ്ങിയതെന്ന് അമ്മ ഷീലയുടെ വാക്കുകൾ. ഇങ്ങനെ പുറമേക്ക് അറിയാത്ത ഒരുപാട് മുഖങ്ങളെ പരിചയപ്പെടുത്തുകയെന്നും ഒക്കെയുള്ള വിചാരത്തിലാണ് ആ ദിവസങ്ങളിൽ കൂടെ നിന്നവർ. ആ ദിവസങ്ങളൊക്കെ തന്നെ ഞാൻ എന്തനുഭവിച്ചോ, ഞങ്ങൾ എന്തനുഭവിച്ചോ, ഞങ്ങൾ ഇപ്പോൾ ഞാനും പ്രഗ്നൻ്റാണെങ്കിലും പരസ്പരം കാണാതെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ആഴ്ചകളോളം നിന്നുണ്ട്. കാണാനും സംസാരിക്കാനും കഴിയില്ല. രാവിലെ തൊട്ട് രാത്രി വരെ അത്ര ആളുകളുണ്ടാവും. എല്ലാവരോടും നന്ദി മാത്രം. ഞങ്ങളെ എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചത് കൊണ്ട് തിരിച്ചു കിട്ടിയാണെന്ന് കുട്ടൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ദൈവത്തിന് പൂജ ചെയ്യും പോലെ അന്ന് തൊട്ട് ഇന്ന് വരെ കുട്ടനെ പൂവിട്ടുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുക. ആ ശക്തി എന്നെ മുന്നോട്ട് ജീവിക്കാൻ സമ്മതിക്കും. ചില ആളുകളൊക്കെ പറഞ്ഞ് എങ്ങനെയായി എണീച്ച് നടക്കുന്നത്, ഇത്ര പെട്ടെന്ന് ഈ പുറത്തേക്ക് ഇറങ്ങാനായോ, എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒന്നും വിചാരിക്കാനല്ല. അർജുന് തിരിച്ചു കിട്ടാത്ത ശൂന്യത ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് കുടുംബമാണെന്ന് കവർ പ്രകാശനം നിർവഹിച്ച എം കെ രാഘവൻ MP. മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്നും ഇറ്റുവീണ രക്തത്തുള്ളികളാണെന്ന് എം കെ രാഘവൻ. ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ കേരള വിഷനെയും MP അഭിനന്ദിച്ചു. മകനിൽ വലിയ പ്രതീക്ഷ വെച്ച് ജീവിച്ചിരുന്ന ഒരു അമ്മ, കുടുംബം, ആ മകനെ ഇനി എങ്ങനെയാണ് എന്ന് ഓർമ്മിക്കുക എന്നുള്ള ചിന്തയായിരിക്കാം ഈ അമ്മയെ സംബന്ധിച്ച് ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചൊരു ഘടകമെന്ന് എനിക്ക് തോന്നുകയാണ്. മകനെ കുറിച്ചുള്ള ആ ഓർമ്മകൾ ഇന്നൊരു പുസ്തകമായി മാറുമ്പോൾ അത് കേവലം അക്ഷരങ്ങളല്ല, മറിച്ച് ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വിറ്റു വീണ രക്തത്തുള്ളികൾ കൂടിയാണെന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്ക് അർജുനൊരു വാർത്തയായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ നൊമ്പരമായിരുന്നു അർജുൻ. എന്നാൽ നമുക്ക് അർജുൻ ഒരു ലോകമായിരുന്നു. സത്യം പറഞ്ഞ ഒരു യാത്ര വേണ്ടി തിരിച്ചു വരുമെന്ന് പോയ മകൻ ഒടുവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രകൃതിയുടെ മുമ്പിൽ തൻ്റെ ജീവൻ സമർപ്പിക്കപ്പെട്ടപ്പോൾ ആ മകനെ കുറിച്ച് എന്നും ഓർക്കണമെങ്കിൽ എന്താണ് മാർഗം എന്ന് ഒരമ്മ ആലോചിക്കുകയും അതിലേറ്റവും നല്ലത് മകനെ കുറിച്ച് എഴുതുക എന്നുള്ളത് തന്നെയാണെന്ന് അമ്മ എഴുത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എക്കാലവും ഓർമ്മിക്കുന്ന പുസ്തകമായി ഇത് മാറട്ടെയെന്ന് കോഴിക്കോട് മേയർ ഒ സദാശിവന്റെ ആശംസ. ഇങ്ങനെ അനശ്വരനായ ഒരു മനുഷ്യന്റെ അപകടത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഒരു കുടുംബത്തെ എത്രമാത്രം സ്വാധീനിക്കുകയും പൊതുസമൂഹത്തിന് അത് എത്രമാത്രം പ്രയാസം സൃഷ്ടിച്ചു എന്നുള്ളതും, അങ്ങനെയുള്ളൊരു ദുരന്ത വേളയിൽ നമ്മുടെ കേരളത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കാണിച്ചിട്ടുള്ള ഒരു മഹത്തായ മാതൃക, സ്നേഹത്തിൽ അധിഷ്ഠിതമായ അതും നമുക്ക് ഇതിനകത്ത് ദർശിക്കാൻ കഴിയും. ഒരു ഭാഗത്ത് സങ്കടകരമായ ഒരു അനുഭവം കുടുംബത്തിൽ വരുമ്പോൾ തന്നെയും മറുഭാഗത്ത് കേരളത്തിൻ്റെ യോജിച്ച വിധത്തിലുള്ള ഒരു കൂട്ടായ്മ ഈ പ്രശ്നത്തെ കാണാനും മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നടത്തിയ ദൗത്യങ്ങളിലെല്ലാം നമുക്ക് പ്രകടമായി കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അവരവർക്ക് അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിലെ പ്രയാസങ്ങളെ സംബന്ധിച്ച്
തീർച്ചയായും ഇതെല്ലാം ആ ബുക്കിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരള വിഷൻ ഗ്രൂപ്പ് ചെയർമാൻ കെ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ പി ബിജുലാൽ, യു രജനി, അർജുന്റെ പിതാവ് എം പ്രേമൻ, സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് MD പ്രിജേഷ് ആച്ചാണ്ടി, കേരള വിഷൻ പബ്ലിക്കേഷൻസ് എഡിറ്റർ NE ഹരികുമാർ, COA കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് T വാസുദേവൻ, ജില്ലാ സെക്രട്ടറി K വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയും മകൻ അയനും അടക്കമുള്ള കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.